ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല്. ഈ ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുകയാണ്. ബില്ല് ഈ സമ്മേളനത്തിൽ തന്നെ പാർലമെന്റിൽ അവതരിപ്പിക്കുമോ? ആന്റണി ജസ് ജോർജ് ചേരുന്നു. ഈ ബില്ല് ഈ സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിക്കുമോ? വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. ആന്റണി ജസ് ജോർജ്. തീർച്ചയായും ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ ഈ ബി.ജെ.പിയുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പ്രഖ്യാപനമായിരുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പുകളെല്ലാം ലോക്സഭ, നിയമസഭ, തദ്ദേശ തെരഞ്ഞെടുപ്പുകളെല്ലാം ഒരേ സമയത്ത് നടത്തുക എന്നുള്ളത്. ഏതായാലും ആ ബില്ലിന് ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഈ അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ സമ്മേളനത്തിൽ തന്നെ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ തന്നെ ബില്ല് അവതരിപ്പിക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നാണ് സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഈ അടുത്ത ആഴ്ച തന്നെ ബില്ല് പാർലമെന്റിന്റെ പരിഗണനയിലേക്ക് വരും. ബില്ല് അവതരിപ്പിച്ചാൽ തന്നെ അതൊരു സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിധിയിലേക്ക് അവരുടെ പരിഗണനയ്ക്ക് വിടാനുള്ള നീക്കവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള ഈ നിയമം നടപ്പാക്കാനുള്ള നീക്കം. അതിനെതിരെ വലിയ പ്രതിഷേധമൊക്കെ ഉയരുകയും ചെയ്തിരുന്നു. ഏതായാലും അതിപ്പോൾ അതെല്ലാം മറികടന്നുകൊണ്ട് ആ ബില്ല് ഇപ്പോൾ പാർലമെന്റിൽ അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് കേന്ദ്ര സർക്കാരുള്ളത്. ബില്ലിന് ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരവും നൽകിയിരിക്കുന്നു.